ഇത്രയും വലിയൊരു എക്സാം ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു എക്സാമിൽ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു ചോർച്ച എങ്ങനെ വന്നു? എൻ്റെയൊക്കെ എന്ത് യോഗ്യത ഉണ്ട് ഈ ഒരു എക്സാം നടത്താൻ? മെയ് 3-ാം തീയതി എക്സാം നടക്കുന്നു. മെയ് 7-ാം തീയതി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് NTA കംപ്ലയിൻറ്റ്സ് കിട്ടുന്നു. മെയ് 8-ാം തീയതി മുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു. മെയ് 10-ാം തീയതി NTA ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് പുറത്തു വിടുന്നു. 12-ാം തീയതി ആകുമ്പോഴേക്ക് ഇത് പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മാസായ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടാവും എന്ന് പറയുന്നു. ഈ എക്സാം അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. എന്ത് സിമ്പിൾ അല്ലേ? നീറ്റ് എൻട്രൻസ് എക്സാം മെയ് 3-ാം തീയതി നടന്ന എക്സാം ക്യാൻസലായി. ഇനി എന്ന ഡേറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, APMT 2016 ഇതുപോലെ തന്നെ ക്യാൻസലായിട്ടുണ്ടായിരുന്നു. ആ ക്യാൻസലായ എക്സാമിന് 40 ദിവസങ്ങൾ വേണ്ടി വന്നു വീണ്ടും റീ എക്സാം നടത്താൻ. അന്ന് ഇതുപോലെ തന്നെ മാൽ പ്രാക്ടീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വർഷമായിരുന്നു. ഇതുപോലെ ബ്ലൂടൂത്ത് ഡിവൈസുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എക്സാം എഴുതിയേക്കുന്ന അതുപോലെ തന്നെ വീണ്ടും ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 2024 നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിരുന്നു. അതുണ്ടായിട്ട് പോലും അത് വലിയൊരു ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നും അന്വേഷണ ഏജൻസികൾ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻസ് പ്രകാരം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ ആ വിധിയായിട്ട് കുട്ടികൾ കുറേ മല്ലടിച്ചു. കുറേ പേര് റീനീറ്റിന് തയ്യാറായി. അന്നൊക്കെ തന്നെ ഒരു തീരുമാനത്തിലെത്താതെ NTA കട്ടയ്ക്ക് നിന്നിരുന്ന് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായില്ലെന്ന് ആരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് എന്തോ ചെയ്തു, അതന്ന് നടന്നു. പക്ഷേ ഇന്ന് ഈ NTA നടത്തുന്ന ഈ ഓരോ എക്സാംസും എന്തുകൊണ്ട് ഇതുപോലെ ചോരുന്നു? ഓരോ കുട്ടികളും എത്രത്തോളം വിശ്വാസ്യത കൊടുത്തിട്ടാണ് ഇതുപോലുള്ള ഓരോ എക്സാംസ് എഴുതാൻ പോകുന്നത്? അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ 1 വർഷം 2 വർഷം 3 വർഷം കഷ്ടപ്പെട്ട് ഇതിനായിട്ട് ഒരു എൻട്രൻസ് എന്നുള്ള നീറ്റ് എന്നുള്ള അവർ MBBS എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ഒരു കുട്ടി മാത്രമല്ല കഷ്ടപ്പെടുന്നത്. ആ കുട്ടി കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ഫാമിലി മൊത്തം കഷ്ടപ്പെടുകയാണ്. അവരുടെ പാരൻസ് ആയിക്കോട്ടെ, ആ പാരൻസ് വീട്ടിനുള്ളിൽ അവരുടെ ലൈഫ് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും ഈ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ ഒരു കുട്ടി 1 വർഷം ഒരു സ്ഥലത്ത് പഠിക്കണ ഫീസ് കൊടുക്കണം, അവിടെ ഹോസ്റ്റലും മെസ്സും കൂടിയിട്ട് അവിടെ ഫീസ് കൊടുക്കണം. ഈ ഫീസൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു പാരൻസ് ഉണ്ടാക്കുന്നതെന്ന് ഈ NTA അറിയില്ല. ഇവിടെയുള്ള ഈ കള്ളന്മാർക്ക് ആർക്കും അറിയില്ല എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും സീരിയസ് ആയിട്ടൊരു എക്സാം 22,70,000 കുട്ടികൾ എഴുതിയ എക്സാം, 78,000 കുട്ടികൾ എഴുതിയ എക്സാം, ഇത്രയും വലിയൊരു എക്സാം ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു എക്സാമിൽ ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു ചോർച്ച എങ്ങനെ വന്നു? ഒന്ന് ആലോചിച്ച് നോക്കണം. കൂളായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എടുത്തിട്ട് ഫിസിക്സിൻ്റെ പാട്ടങ്ങ് മാറ്റി വെച്ചിട്ട് കെമിസ്ട്രിയും ബയോളജിയും മുഴുവനായിട്ട് റിട്ടേൺ ആയിട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ട് എന്നിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യുക. ഒന്ന് ആലോചിക്ക്, 20 ലക്ഷം രൂപയ്ക്കും 2 ലക്ഷം രൂപയ്ക്കും വിൽക്കുമ്പോൾ ഇത് ഓരോ കുട്ടീൻ്റെ ലൈഫല്ലേ വിറ്റുകൊണ്ടിരിക്കുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച ആളുകൾക്ക് എന്ത് വാല്യൂ അവിടെ ഉള്ളത്? ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സാമും ഇങ്ങനെ തന്നെ അല്ലേ? പൈസ ഉള്ളവനെ എല്ലാം കിട്ടുന്നുണ്ട്, പൈസ ഇല്ലാത്തവനൊന്നുമില്ല. അവൻ കഷ്ടപ്പെട്ട് പഠിക്കുക മാത്രം, കഷ്ടപ്പെട്ട് പഠിക്കുക, രാപ്പകലില്ലാതെ അവൻ്റെ എന്താ പറയുക ഉറക്കമില്ലാതെ അവൻ കഷ്ടപ്പെടുകയാണ്. അവന് എന്തെങ്കിലും ആഘോഷങ്ങളുണ്ട്, അവന് ഒരു സാധനവും ഇല്ല, അവനെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ കുട്ടിയും ഇതുപോലെ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടും ആ മക്കളുടെ പ്രശ്നങ്ങൾ ഈ NTA മനസ്സിലാക്കാൻ NTA ഈ എക്സാം നടത്താൻ എന്ത് യോഗ്യതയുള്ളത്? NTA എന്ത് യോഗ്യത ഉണ്ട് ഈ ഒരു എക്സാം നടത്താൻ? മെയ് 3-ാം തീയതി എക്സാം നടക്കുന്നു. മെയ് 7-ാം തീയതി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് NTA കംപ്ലയിൻറ്റ്സ് കിട്ടുന്നു. മെയ് 8-ാം തീയതി മുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു. മെയ് 10-ാം തീയതി NTA ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് പുറത്തു വിടുന്നു. 12-ാം തീയതി ആകുമ്പോഴേക്ക് ഇത് പ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മാസായ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടാവും എന്ന് പറയുന്നു. ഈ എക്സാം അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. എന്ത് സിമ്പിൾ അല്ലേ? എക്സാം ക്യാൻസൽ ചെയ്യുന്നു. എന്ത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. എക്സാം ക്യാൻസൽ ചെയ്യുന്നു. ഈ സമയത്ത് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളോ, ഇത്രയും നല്ല റിസൾട്ട് ഇട്ടിട്ട് ഇങ്ങനെ അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളോ, എനിക്ക് എയിംസിൽ പോവാം, എനിക്ക് ജിപ്മറിൽ പോവാം, അതല്ല ഞാൻ ഏറ്റവും നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തും, ഇത് സ്വപ്നം കണ്ടിരുന്ന കുട്ടികളോ, 625-ന് മുകളിൽ മാർക്ക് വാങ്ങിയിട്ട് ഈ വർഷം ഇനി കേരളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരുന്ന കുട്ടികൾ, അവരവരുടെ പാരൻസിൻ്റെ മുന്നിൽ എനിക്ക് കിട്ടും, ഞാൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ അവസ്ഥ? അവരുടെ നാട്ടിൽ മുഴുവൻ ചിലപ്പോൾ ലഡു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മാർക്ക് കൂട്ടി NTA ഒഫീഷ്യൽ കീ വന്നപ്പോൾ തന്നെ ഉറപ്പായി ഇത്രയും മാർക്ക് എനിക്കുണ്ട്. അന്ന് തന്നെ ആളുകളോടൊക്കെ ധൈര്യത്തോടുകൂടെ പറഞ്ഞ കുറേ കുട്ടികളുണ്ട് എൻ്റെ മുന്നിൽ. ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും? ഇനി വീണ്ടും ഒരു എക്സാം നടക്കും. അന്ന് 2016 രണ്ടാമത് എക്സാം നടന്ന സമയത്ത് ആദ്യത്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് ഏതായിരുന്നു ബെസ്റ്റ് അത് എടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പഴയ റിസൾട്ട് പോയി, പഴയതില്ല. ഈ കഴിഞ്ഞ മെയ് 3-ാം തീയതി നടത്തിയേക്കുന്ന എക്സാമിൻ്റെ ഒന്നുമില്ല, അത് തീർന്നു. ഇനി എന്നാണോ നടക്കാൻ പോകുന്നത്? ചിലപ്പോൾ 2 മാസം കൊണ്ട്, 2 മാസത്തിനുള്ളിൽ ഈ ഒരു സമയം എന്തായാലും എടുക്കും. ഞാൻ പറഞ്ഞു നേരത്തെ 40 ദിവസം എടുത്തു 2016 APMT എങ്കിൽ ഇവിടെ അന്ന് 6 ലക്ഷം എഴുതിയത് ഇന്ന് 22,70,000 കുട്ടികളാണ്.
ഇതിൻ്റെ 4 മടങ്ങോളം കുട്ടികളുണ്ട്. ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഈ എക്സാം സെറ്റ് ചെയ്യണമെങ്കിൽ സമയമെടുക്കും. ഇത്രയും നല്ല രീതിയിൽ NTA എക്സാം നടത്തും നമ്മൾ വിശ്വസിച്ച വർഷം ഏറ്റവും വലിയ ചീറ്റിംഗ് ആയിപ്പോയി കുട്ടികളോട് ചെയ്തത്. ഈ രീതിയിലുള്ള ചീറ്റിംഗ് കാരണം എത്ര പേര് ഇന്ന് വേദനിച്ചിരിക്കുന്നുണ്ടാവും, എത്ര പേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറച്ച് പേരൊക്കെ സന്തോഷിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടും ചിലപ്പോൾ ആ ഒരു സമയം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളുണ്ട്. വേണ്ട രീതിയിൽ സമയം കിട്ടാതെ പോയ ആളുകളുണ്ട്. എക്സാമിന് ആ ഒരു 3 മണിക്കൂറിൽ കറക്റ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് അതിന് മുന്നേ വാങ്ങി പേപ്പർ കൊണ്ടുപോയപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ, ഒരു 5 മിനിറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയ കുട്ടികളുണ്ട്. അവർക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരം കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ 625 മുകളിൽ സ്കോർ ചെയ്ത എല്ലാവരും തന്നെ നെക്സ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പുതിയ ആളുകൾ കുറേ വന്നേക്കാം. അതായത് ചെറിയൊരു വേദന ഉണ്ടായ ഒരുത്തനെ ജയിക്കാൻ എളുപ്പമാണ്. അവനിപ്പോൾ ആ മുറിവ് നന്നായിട്ട് അറിഞ്ഞവനാണ്. ഈ വർഷം കിട്ടൂല എന്ന് അറിഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞ കുറേ ആളുകളുണ്ട്. അവരതിൻ്റെ വേദന അറിഞ്ഞു. നീറ്റ് എൻട്രൻസ് എക്സാം കിട്ടാതെ പോയതിൻ്റെ വേദന അറിഞ്ഞ കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെനി കുതിക്കും, ഉറപ്പാണ്. അവരെനി ധൈര്യത്തോടു കൂടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്ത് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 625 ആളുകൾ കുറേ പേര് ആ ഏരിയയിൽ നിന്ന് പോവും. എന്തായാലേ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ആരാ? NTA. ഈ NTA കാരണമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായേക്കുന്നത്. നമ്മുടെ കുട്ടികൾ അത്രയും പ്രതീക്ഷയോടുകൂടെ പോയിട്ട് ഈ പേപ്പർ എന്തുകൊണ്ട് ഈ രാജസ്ഥാനിൽ എന്തുകൊണ്ട് ഇത് ചോർന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ആളുകളിലേക്ക് ഇതെത്തി? രാജസ്ഥാനിൽ മാത്രമോ 4 സ്റ്റേറ്റുകളിലാണ് ഇത് ചോർന്നേക്കുന്നത്. എന്തിന്? അവിടെ രാജസ്ഥാനിൽ ചുരു പറയുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടി ഇവിടെ കേരളത്തിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനിലൂടെ ഇത് കുറേ സ്ഥലങ്ങളിലേക്ക് എത്തി. അത് കേരളത്തിൽ എത്തിയോ നമുക്കറിയോ? എവിടേക്കോ എത്തിക്കാണും. മധ്യപ്രദേശിലെത്തിയില്ലേ? ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിലേക്ക് ഈ പേപ്പറുകൾ എത്തിക്കഴിഞ്ഞു. വാട്സപ്പിലൂടെ 20,000 രൂപയ്ക്കും 2 ലക്ഷം രൂപ വരേക്കും ഇത് വിറ്റപ്പോൾ ഈ വിറ്റ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിടിച്ചേക്കുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഫിസിക്സ് ചോർത്തിയിട്ടില്ല, ഫിസിക്സ് ആളുകൾക്ക് സെല്ല് ചെയ്തിട്ടില്ല. വലിയ രീതിയിലൊരു ചോർച്ച ഉണ്ടാവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചില്ല. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഫുൾ മാർക്കിലേക്ക് എത്തുക, ആ ഒരു അവസ്ഥയിലേക്ക് പഠിച്ച കുട്ടികളുടെ ലൈഫ് കളയുന്ന രീതിയിലൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്ത് സംസാരം അത്? എത്ര പഠിച്ച കുട്ടികൾ ലിസ്റ്റിൽ ഇല്ലാണ്ടായി പോകുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കുട്ടികളാണ് ലിസ്റ്റിൽ നിന്ന് പോവുക? ഒരാളെ സംബന്ധിച്ചിടത്തോളം 140 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. 560 മാർക്കാണ്. ഈ 560 മാർക്ക് വെറുതെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കണ്ടവനെ സംബന്ധിച്ച് അവനിങ്ങനെ ടിക്ക് ബബിൾ ചെയ്ത് പോയാൽ മതി. ബാക്കിയുള്ളത് എഴുതാൻ അവൻ്റെ മുന്നിൽ 3 മണിക്കൂർ സമയമുണ്ട്. എന്താ അവിടെ നടക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തും നടക്കുന്ന ഇവിടെ എല്ലാം നടക്കുമല്ലേ? അതായത് കഷ്ടപ്പെടുന്നവന് ഒരു വാല്യൂ ഇല്ല. ഇവിടെ പാവപ്പെട്ട കുട്ടികൾ അങ്ങനെ കഷ്ടപ്പെട്ട് രാപ്പകൽ ഉറക്കമില്ലാതെ പുസ്തകത്തിൻ്റെ മുന്നിൽ മാത്രം ഇരുന്നിട്ട് സ്വന്തം പാരൻസിന് പോലും സംസാരിക്കാൻ സമയമില്ലാതെ തൻ്റെ സമയം പുസ്തകത്തിൻ്റെ മുന്നിൽ മാത്രം ഇരുന്നിട്ട് ആ ബുക്കുകളോട് മാത്രം സംസാരിച്ച കുട്ടികൾ ഇനി വിഷമിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഈ വിഷമത്തിനിടയിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള മക്കളെ, നിങ്ങൾ ആ കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പഠിക്കാൻ നോക്ക്. നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്തൊക്കെ സിസ്റ്റം ഇവിടെ ഉണ്ടോ ഇനി എന്തായാലും എക്സാം ഇതുപോലെ കണ്ടവൻ്റെ കയ്യിലേക്ക് കിട്ടൂലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, നിങ്ങൾ ഇത്രയും കാലം എടുത്ത എഫേർട്ടാണ്. ഇതൊന്നും എവിടെ പോയിട്ടില്ല. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എടുത്തുകൊണ്ട് നിങ്ങൾ ഓരോ കുട്ടികളും ഇപ്പം മുതൽ ഈ മൊമെൻറ്റ് മുതൽ പഠിക്കാൻ തുടങ്ങുക. ഇവിടെ നമുക്കൊന്നും മാറ്റി വെക്കാനില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാം സീരീസ് ആഗ്രഹിക്കേണ്ടതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ വരുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ആവുക. JPC നിങ്ങളുടെ കൂടെ ഇനി മുന്നോട്ടേക്കുള്ള ഓരോ മൊമെൻറ്റിലും നിങ്ങളെ കൂടെ നിൽക്കാനും നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും കൂടെ ഉണ്ട്. ഈ വർഷവും കഴിഞ്ഞ വർഷം കേരളത്തിൽ 7ാമത്തെ റാങ്ക് 23, 91, 93 ആദ്യത്തെ 100ൽ 4 റാങ്കുകൾ. ഈ വർഷവും കേരളത്തിൽ ആദ്യത്തെ 100നുള്ളിൽ 5 റാങ്കുകൾക്കായിട്ട് JPC ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രശ്നങ്ങളും ഇങ്ങനെ അവസാനം എല്ലാം കൂടെ എക്സാം റീനീറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും JPCനെ സംബന്ധിച്ച് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ കുറച്ചൊരു ഗ്രൂപ്പ് അവരിനിയും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കുതിക്കാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുങ്ങിക്കോ മക്കളെ, എല്ലാത്തിനെയും ഷാർപ്പൻ ചെയ്തിട്ട് ഇറങ്ങിക്കോ ധൈര്യത്തോടു കൂടെ. നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ഇന്ന് മുതൽ ഇറങ്ങുക ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ റെഡി ആയിക്കൊണ്ട് ഞങ്ങളുണ്ടാവും കൂടെ. ഓക്കെ മക്കളെ, കാണാം.